പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ പരിഹാസ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ വിശദീകരണവുമായി കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ. ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റ് വന്ന ചിത്രം അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആയിപ്പോയെന്നാണ് വിശദീകരണം. കുട്ടികൾ ഫോൺ എടുത്ത് കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നു. സതീശൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും അഭിമാനമാണെന്നും ജയകൃഷ്ണൻ വിശദീകരിക്കുന്നു. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ തലപ്പത്ത് നേതാക്കൾ നിയന്ത്രണം പാലിക്കണമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നുമുള്ള നിർദ്ദേശം കർക്കശമായി ഹൈക്കമാൻഡ് പറയുന്നതിനിടയിലാണ് താഴെത്തട്ടിൽ DCC സെക്രട്ടറിക്ക് ഒരു പിഴവ് പറ്റിക്കുന്നത്. പിഴവാണോ അതോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, അതായത് ഇതൊരു അബദ്ധത്തിൽ പറ്റിയ പിഴവാണ് എന്നുള്ളതാണ് DCC ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം, അതായത് 12 മണിക്കൂറോളം സമയം ഈ വാട്സപ്പ് സ്റ്റാറ്റസ് അതേപടി നിന്നിട്ടും അതാരും തന്നെ തിരുത്തിയിട്ടില്ല എന്നുള്ളത്, അത് മറ്റു കോൺഗ്രസ് നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം കണ്ടിട്ടും ഈ വാട്സപ്പ് സ്റ്റാറ്റസ് തിരുത്താൻ വേണ്ടി ആരും തയ്യാറായില്ല എന്നത് അത്ഭുതപ്പെടുത്തുകയാണ്. എന്തായാലും ഈ വിശദീകരണ കുറിപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് VD സതീശൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും അഭിമാനമാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന് കരുത്തു പകരുന്ന നേതാവാണ് VD സതീശൻ എന്ന് 1000 വട്ടം പരസ്യമായി പറയാൻ താൻ തയ്യാറാണ്. ഈ സർക്കാരിൻ്റെ ഓരോ വീഴ്ചകളും കൃത്യമായ രീതിയിൽ നിയമസഭക്കകത്തും പുറത്തും കൃത്യമായ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് VD സതീശൻ. അതിന് തനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോരാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇത്തരമൊരു വാർത്ത എന്നുള്ളതാണ് ഈ DCC ജനറൽ സെക്രട്ടറി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അബദ്ധത്തിൽ സംഭവിച്ചതാണ്. ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ ഒരു പോസ്റ്റർ തൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ ഇടുകയും അത് അബദ്ധത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസായി മാറുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇത് തൻ്റെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ വിശദീകരണത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളുന്നുണ്ട്. അതുതന്നെയാണ് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത്. ഏകദേശം 12 മണിക്കൂർ ഈ സ്റ്റാറ്റസ് അതേപടി നിലനിന്നിട്ടും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇത് തിരുത്താൻ വേണ്ടി തയ്യാറായില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ടായാലും ഇപ്പോഴും ആ പ്രസ്താവന ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. ആ വാട്സപ്പ് സ്റ്റാറ്റസ് അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള ഒരു കുറ്റസമ്മതം കൂടി DCC ജനറൽ സെക്രട്ടറി നടത്തുന്നുണ്ട്. സ്മൃതി, ശരി. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വിശദീകരണവുമായി DCC സെക്രട്ടറി ജയകൃഷ്ണൻ രംഗത്ത്.